Hey guys, Assalamualaikum. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ സേക്കുട്ടിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ. കേക്കിൻ്റെ പാത്രങ്ങളും കപ്പുകളും ബീറ്ററും ഒക്കെ എടുത്തിട്ട് എൻ്റെ സേമോളും റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓളിന്ന് രാവിലെ മുതലേ കേക്ക് പറഞ്ഞ് നടക്കണം കേട്ടോ. എന്താ അവളോട് ഞാനിപ്പോൾ കേക്ക് പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ പറയും കേട്ടോ കേക്ക് ഇപ്പോൾ പറയും കേട്ടോ. ഞാൻ കേക്ക് പറയുമ്പോൾ കേക്ക് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട 3 പിന്നെ വാനില എസൻസ്, പിന്നെ മൈദ നമ്മൾ 1 കപ്പ് എടുത്തിട്ട് അരിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. 150 ml 150 അല്ല 250 ml കേട്ടോ. അങ്ങനെ നമ്മൾ അരിപ്പയിൽ മൈദ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൈദ അരിച്ചെടുത്തിട്ട് അതവിടെ നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, കോഴിമുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. സൈമോൾ അവിടെ ഇരുന്ന് ഭയങ്കര കളിയിലാണ് കേട്ടോ. വാനില എസൻസ് ഒക്കെ എടുത്തിട്ടാണ് ആളുടെ കളി. അപ്പോൾ സയാൻ അവിടെ ഇരുത്തി ഞാൻ കോഴിമുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവൾ എന്തൊക്കെയോ അവിടെ ഇരുന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്. 1 കപ്പിൽ കോഴിമുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് പൊട്ടിയില്ല, ഞാൻ കണ്ടില്ല കേട്ടോ, പിന്നെയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചു. ഇനി നമ്മൾക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം 3 കോഴിമുട്ട എടുത്തതിന് ശേഷം നമ്മളത് ബീറ്റ് ചെയ്യാൻ പോകുന്നു. അതിനായി നമ്മൾ ബീറ്റർ എടുത്തു. ബീറ്ററിൻ്റെ കമ്പികളൊന്നും നമ്മൾ ഫിറ്റ് ചെയ്തില്ല, ഇനി ഫിറ്റ് ചെയ്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഇതൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അങ്ങനെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സയ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ എനിക്കുള്ള പണികളൊക്കെ തരുന്നുണ്ട്. ഓൾക്ക് പറ്റാവുന്ന പണികളൊക്കെ ഓൾ എനിക്ക് തരുന്നുണ്ട്. അവിടെ എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് നോക്കിയപ്പോൾ അതൊക്കെ അവിടെ വേറെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയുടെ പാത്രമൊക്കെ അങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. വാനില എസൻസിൻ്റെ കുപ്പിയൊക്കെ വായിലിട്ട് കളിക്കുന്നുണ്ട്. കപ്പിൽ മൈദ ഒക്കെ കോരി കളിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചു. പിന്നെയും ബീറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചസാര എടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ 150 ml പഞ്ചസാരയാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഷുഗർ കുറച്ച് ഇടുന്ന കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, എത്രൻ്റെയാണ് കപ്പ്, 125 ml കപ്പിലാണ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1/4 എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചായിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതെ, ആ മുട്ടയിൽ മിക്സായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ട് ഫുള്ളായിട്ട് മിക്സായി വരുന്നവരെ ചെയ്തു. അതിന് ശേഷം നമ്മൾ മൈദ ഇട്ടു കേട്ടോ. മൈദയും നമ്മൾ ഫുള്ളായിട്ട് ഇടരുത്, കുറേശ്ശെ തന്നെ മൈദയും ഇടാൻ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മുട്ട അടിച്ച് വെച്ചതിലുള്ള ആ ബബിൾസും പിന്നെ മൈദ കട്ട പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. സയ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണാവോ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ നമ്മളിത് മൈദ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കുറേശ്ശെ മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾക്കത് മിക്സാക്കി എടുക്കാം. കട്ട പിടിക്കാണ്ട് മിക്സായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ളായി കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. വേറെ ഒരു രീതിയിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മൈദ കട്ട പിടിക്കും, അല്ലെങ്കിൽ മാവ് പൊന്തി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വാനില എസൻസ് കേട്ടോ. വാനില എസൻസ് 2.5 ml വാനില എസൻസ്. അങ്ങനെ അതും മിക്സ് ചെയ്തു. വാനില എസൻസ് പറയുമ്പോൾ അത് ഓപ്ഷനിലാണ്, നമുക്കൊരു ടേസ്റ്റിനും സ്മെല്ലിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ആ വാനില എസൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോഴിമുട്ടയുടെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും. അങ്ങനെ നമ്മൾ ബട്ടറൊക്കെ തേച്ചു, കേക്കിൻ്റെ പാത്രം എടുത്ത് അവളുടെ വക അവളും ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബട്ടർ തേച്ചതിന് ശേഷം ചിലർ ബട്ടർ പേപ്പർ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ബട്ടർ ഉരുക്കിയിട്ട് അതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് പാത്രത്തിൽ. എനിക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി. നമ്മുടെ കേക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പഞ്ഞി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കരിഞ്ഞിട്ടോ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിരുന്നു, ഒട്ടും മധുരമായിരുന്നു. നമ്മൾ പാൽ ചായയൊക്കെ റെഡിയാക്കി നമ്മൾ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. സേയ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ പിച്ചിട്ടോ. സേയ കേക്ക് എന്തൊരു ഭംഗിയാ. കേക്കൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സേയാക്ക് പറ്റുന്ന പോലെ. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ.